ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഭാഗം 11. ഇപ്പോൾ എല്ലാം പറയാൻ പറ്റില്ല, ശിവകാർത്തികേയൻ ഇടയ്ക്ക് പറഞ്ഞു. കാരണം അവൻ പതിയെ മുകളിലത്തെ നിലയിലേക്ക് നോക്കി. ഇപ്പോ നമ്മളെ ശ്രദ്ധിക്കുന്ന കുറച്ചു പേര് ഇവിടെയുണ്ട്. അത് കേട്ടതും എല്ലാവരുടെയും മുഖം ഗൗരവത്തിലായി. നിങ്ങള് മുകളിലേക്ക് നോക്കൂ. പക്ഷേ യാദൃശികമായി മാത്രം, അവൻ പതിയെ പറഞ്ഞു. മാധവും കൂട്ടരും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന പോലെ ചുറ്റും നോക്കുന്നതിനിടയിൽ മുകളിലത്തെ നിലയിലേക്ക് കണ്ണോടിച്ചു. അവിടെ അവരെ തന്നെ നോക്കി നിൽക്കുന്ന രണ്ട് പുരുഷന്മാർ. ഒരു നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ആ നോട്ടത്തിൽ തന്നെ ഒരു അപകടത്തിന്റെ സൂചനയുണ്ടായിരുന്നു. മാധവിന്റെ മുഖം മുറുകി. ശിവകാർത്തികേയൻ വീണ്ടും സംസാരിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി കാണും. അവൻ മതിലിൽ ചാരി നിന്നു. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാം. അത് മാത്രമല്ല, അവന്റെ ശബ്ദം കൂടുതൽ താഴ്ന്നു. ഞാൻ ആരുടെ കൂടെയാണെന്നും അധികം താമസിയാതെ നിങ്ങൾ അറിയും. മാധവിന്റെ കണ്ണുകൾ ചുരുങ്ങി. ആര്? അവൻ ചോദിച്ചു. ശിവകാർത്തികേയന്റെ ചുണ്ടില് വീണ്ടും ദുരൂഹമായ പുഞ്ചിരി വിരിഞ്ഞു. നിങ്ങൾ അന്വേഷിച്ചു നടക്കുന്ന ആ മനുഷ്യൻ, അദ്ദേഹം ഉടൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ആ വാക്കുകൾ കേട്ട നിമിഷം മാധവിന്റെ ഹൃദയം ശക്തമായി മിടിച്ചു. രാജശേഖരവർമ്മ തമ്പുരാൻ, അവൻ മനസ്സിൽ പറഞ്ഞു. അപ്പോഴായിരുന്നു അകത്തുനിന്ന് ശാരദാദേവി തമ്പുരാട്ടിയുടെ ശബ്ദം കേട്ടത്. മക്കളെ വാ, ഭക്ഷണം കഴിക്കാം. സമയം ഉച്ചയായില്ലേ? ശിവകാർത്തികേയൻ മാധവിനെ നോക്കി. വരൂ, അവൻ സാധാരണ പോലെ പറഞ്ഞു. എന്നാൽ മാധവിന് അറിയാമായിരുന്നു, ഇനി ഈ കോവിലകത്ത് നടക്കാൻ പോകുന്നത് സാധാരണ കാര്യങ്ങളല്ലെന്ന്. അകത്തേക്ക് നടക്കുന്നതിനിടെ മാധവ് ഫോൺ എടുത്ത് ലക്ഷ്മിയെ വിളിച്ചു. ലക്ഷ്മി, നിങ്ങൾ ലഞ്ച് കഴിച്ചോളൂ, ഞങ്ങൾ അല്പം വൈകും. അപ്പുറത്ത് നിന്ന് ലക്ഷ്മിയുടെ മൃദുവായ ശബ്ദം കേട്ടു. ഞങ്ങളിപ്പോ സ്പാ ചെയ്യാൻ കയറിയിരിക്കുകയാണ്. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടനെ വിളിക്കണം, മാധവ് പറഞ്ഞു. മാധവേട്ട, അവൾ പെട്ടെന്ന് വിളിച്ചു. ശ്രദ്ധിക്കണം. ഒരു നിമിഷം മാധവ് മിണ്ടാതെയിരുന്നു. പിന്നെ ചിരിക്കാൻ ശ്രമിച്ചു. എന്ന് മൂളിക്കൊണ്ട് ഫോൺ കട്ട് ചെയ്ത ശേഷം അവൻ ഒന്ന് ദീർഘനിശ്വാസം വിട്ടു. അവന്റെ ഉള്ളില് എന്തോ ഒരു ഭയം വളരുകയായിരുന്നു. പക്ഷേ അതിനേക്കാൾ ശക്തമായിരുന്നു ഒരു ഉറപ്പ്. ലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഇനി ഒരിക്കലും താൻ അനുവദിക്കില്ല. ശിവകാർത്തികേയൻ മുന്നിൽ നടന്നു. അവന്റെ പിന്നാലെ മാധവും കൂട്ടരും നടന്നു. കോവിലകത്തിന്റെ അകത്തളങ്ങളിലൂടെ നടക്കുമ്പോൾ ഓരോ ചുവടിലും പഴമയുടെ ഗന്ധം നിറഞ്ഞിരുന്നു. പഴയ തേക്കിൻ തടിയിൽ തീർത്ത നീണ്ട വരാന്തകൾ, ചുമരുകളിൽ തൂങ്ങിയിരിക്കുന്ന രാജാക്കന്മാരുടെയും തമ്പുരാട്ടിമാരുടെയും വലിയ ചിത്രങ്ങൾ, പഴയ വിളക്കുകളുടെ മങ്ങിയ സ്വർണപ്രകാശം, എല്ലാം കൂടി ആ അന്തരീക്ഷത്തെ വേറൊരു ലോകമാക്കി മാറ്റിയിരുന്നു. ഇവിടെയൊക്കെ സിനിമ ഷൂട്ടിങ്ങിന് കൊടുക്കാറുണ്ടോ? ഉദയൻ ചുറ്റും നോക്കിക്കൊണ്ട് പതിയെ ചോദിച്ചു. കൊടുത്താൽ പോലും സിനിമാക്കാരേക്കാൾ സ്റ്റൈലായി ഇവിടുത്തെ ആളുകൾ തന്നെയായിരിക്കും അഭിനയിക്കുക. അത്രയും നിഗൂഢതയുണ്ട് ഇവിടെ ഉള്ളവർക്ക്, ശരത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് നവീൻ ചിരിച്ചെങ്കിലും മാധവ് മാത്രം എല്ലാം വളരെ ശ്രദ്ധയോടെ നോക്കുകയായിരുന്നു. ഈ കോവിലകത്തിന്റെ ഓരോ ചുവരുകൾക്കും പറയാനുള്ള കഥയുണ്ടെന്ന് അവന് തോന്നി. അപ്പോഴേക്കും ശിവകാർത്തികേയൻ ഒരു വലിയ കൊത്തുപണിയുള്ള മരവാതിലിന്റെ മുന്നിൽ നിന്നു. വരൂ, അവൻ വാതിൽ തുറന്നു. വാതിൽ തുറന്ന നിമിഷം തന്നെ എല്ലാവരും അമ്പരന്ന് നിന്നു. എന്റെ ദൈവമേ! സന്ദീപിന്റെ വായിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നു. അത് സാധാരണ ഒരു ഡൈനിങ് ഹാൾ ആയിരുന്നില്ല. ഒരു രാജവംശത്തിന്റെ മഹത്വം മുഴുവൻ ഉൾക്കൊണ്ട് നിൽക്കുന്ന പോലെ തോന്നിക്കുന്ന അതിമനോഹരമായ ഒരു ഊണുമുറിയായിരുന്നു അത്. വിശാലമായ ആ ഹാളിന്റെ നടുവിലൂടെ നീണ്ടു കിടക്കുന്ന വലിയ തേക്കിൻ മര മേശ, ഉയർന്ന മേൽക്കൂരയിൽ നിന്നും തൂങ്ങിയിരിക്കുന്ന വലിയ ക്രിസ്റ്റൽ ചാൻഡിലിയറുകളുടെ സ്വർണ്ണ വെളിച്ചം പഴയ തേക്കുമരത്തിന്റെ തിളക്കത്തിൽ പതിഞ്ഞ് ആ മുറി ഒരു രാജകീയ ഭാവത്തിലേക്ക് മാറ്റിയിരുന്നു. നീണ്ട ഡൈനിങ് ടേബിളിന് മുകളിലായി നിരത്തിവെച്ച വെള്ളിപ്പാത്രങ്ങളും വിളമ്പാനുള്ള വലിയ പിച്ചള പാത്രങ്ങളും കണ്ടതും മാധവും കൂട്ടരും പരസ്പരം നോക്കി. ഇതൊക്കെ കണ്ടാല് ഇവിടെ ഒരു 100 പേർക്കെങ്കിലും സദ്യ നടത്താമെന്ന് തോന്നുന്നു, നവീൻ പതിയെ പറഞ്ഞു. ഉദയൻ ചിരിച്ചു. എടാ, ഇത് ഡൈനിങ് റൂമാണോ അതോ ചെറിയൊരു കല്യാണ മണ്ഡപോ? ശരത്ത് തലകുലുക്കി. ഈ കോവിലകത്ത് താമസിക്കുന്നവർ ഭക്ഷണം കഴിക്കുമ്പോഴും രാജകീയമായിട്ടാവും. ശിവകാർത്തികേയൻ ചെറിയൊരു പുഞ്ചിരിയോടെ അവരെ നോക്കി പറഞ്ഞു. ഇരിക്കൂ. ഇവിടെ വരുന്ന അതിഥികളെല്ലാം ഞങ്ങൾക്ക് ഈശ്വരന് സമമാണ്. അതുകൊണ്ട് ആദ്യം അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് ഞങ്ങൾ കഴിക്കാറ്. അവൻ പറഞ്ഞതും എല്ലാവരും ഇരുന്നു തുടങ്ങി. ടേബിളിന്റെ ഒരു വശത്ത് ശാരദാ ദേവി തമ്പുരാട്ടിയും സാവിത്രി ദേവി തമ്പുരാട്ടിയും മാലിനി ദേവി തമ്പുരാട്ടിയും ഇതിനകം ഇരുന്നിരുന്നു. അവരുടെ മുഖത്തും പെരുമാറ്റത്തിലും പഴയ തറവാടിന്റെ ഗൗരവം വ്യക്തമായിരുന്നു. ജോലിക്കാർ അതിവേഗം ഭക്ഷണങ്ങൾ വിളമ്പി തുടങ്ങി. അപ്പോഴായിരുന്നു മറ്റൊരു വലിയ വാതിൽ തുറന്ന് അകത്തേക്ക് കുറച്ചുപേർ നടന്നു വന്നത്.
ആദ്യം കണ്ണിൽപ്പെട്ടത് ഒരു പെൺകുട്ടിയായിരുന്നു. കസവിന്റെ സെറ്റ് സാരി ധരിച്ച് അവളുടെ മുഖത്ത് ഒരു പ്രത്യേക തേജസ് ഉണ്ടായിരുന്നു. അവളുടെ പിന്നിലായി 2 യുവാക്കളും മറ്റൊരു പെൺകുട്ടിയും ഒരുമിച്ച് നടന്നു വന്നു. അവരെ കണ്ടതും ശിവകാർത്തികേയൻ ഒന്ന് പുഞ്ചിരിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ അനിയത്തി ശിവഗംഗ. മാധവിന്റെ കണ്ണുകൾ ഒരു നിമിഷം ആ പെൺകുട്ടിയിൽ തന്നെ നിന്നു. ശിവകാർത്തികേയൻ തുടർന്നു. ഇവരാണ് ചെറിയമ്മമാരുടെ മക്കൾ. അവൻ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി. ഇവൻ ആദർശ് രാഘവ് വർമ്മ. സന്ദീപിന്റെ കണ്ണുകൾ പെട്ടെന്ന് അവനിലേക്ക് നീങ്ങി. ഇത് അഖിൽ രാഘവ് വർമ്മ. ഉയരവും കൂർമ്മമായ നോട്ടവുമുള്ള ഒരു യുവാവ്. ചെറുതായി തലകുലുക്കി. ഇവൻ ഇളയവനാണെങ്കിലും അവന്റെ കണ്ണുകളിൽ എന്തോ ഒരു നിഗൂഢത നിറഞ്ഞിരുന്നു. അവരുടെ കൂടെയുള്ള പെൺകുട്ടിയെ നോക്കി ശിവകാർത്തികേയൻ പറഞ്ഞു, ഇവൾ പ്രിയങ്ക വിക്രം, LLB പഠിക്കുകയാണ്. എല്ലാവരും ചെറിയൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി. കഴിക്കും മക്കളെ, ശിവകാർത്തികേയന്റെ അമ്മ പറഞ്ഞതും അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നാൽ ആദർശിന്റെയും അഖിലിന്റെയും കണ്ണുകൾ ഇടയ്ക്കിടെ മാധവിലും കൂട്ടർക്കും മുകളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ശിവഗംഗയുടെ നോട്ടം കൂടുതലും മാധവിൽ തന്നെയായിരുന്നു. ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കെ ശാരദാദേവി തമ്പുരാട്ടി സൗമ്യമായി ചോദിച്ചു, മക്കളുടെ വീട് എവിടെയാ? മാധവ് ഒരു നിമിഷം ശിവകാർത്തികേയനെ നോക്കി. അവൻ ശാന്തമായി ഇരിക്കുകയായിരുന്നു. കൊച്ചിയിലാണ്, മാധവ് മറുപടി പറഞ്ഞു. ഫാമിലിയിൽ ആരൊക്കെയുണ്ട് മോനെ? ആ ചോദ്യം കേട്ടതും ഒരു നിമിഷം എല്ലാവരും മാധവിനെ നോക്കി. അച്ഛനും അമ്മയും. അവനൊന്ന് നിർത്തി. ഞാൻ വിവാഹിതനാണ്. ആ വാക്ക് കേട്ടതും ടേബിളിലിരുന്ന പലരും ഒരേ സമയം മാധവിനെ നോക്കി. ഉദയൻ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത് പോലും നിർത്തി. നവീൻ ചിരി അടക്കാൻ പാടുപെട്ടു. ശിവകാർത്തികേയന്റെ ചുണ്ടിലും ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. എന്നാൽ മുന്നിലിരുന്ന ശിവഗംഗയുടെ മുഖം പെട്ടെന്ന് മങ്ങുന്നത് മാധവ് ശ്രദ്ധിച്ചു. അവളുടെ കണ്ണുകളിലുണ്ടായിരുന്ന തിളക്കം ഒരു നിമിഷം കൊണ്ട് കുറഞ്ഞുപോയി. അത് കണ്ടതും ഉദയൻ പതിയെ ശരത്തിനെ നോക്കി. കണ്ണുയർത്തി ശിവഗംഗയെ കാണിച്ചു. അതുകൊണ്ടാണല്ലോ ഇവൻ പെട്ടെന്ന് വിവാഹിതനാണെന്ന് പറഞ്ഞത്. ശിവഗംഗയുടെ നോട്ടം കണ്ട് ശരത്ത് പതിയെ പറഞ്ഞു. മാധവ് ഒന്നും അറിയാത്തതുപോലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. പിന്നീട് എല്ലാവരോടുമായി ചോദ്യങ്ങൾ തുടർന്നു. ഉദയന്റെ വീട്ടില് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ യഥാർത്ഥ പേരുകളൊന്നും പറഞ്ഞില്ല. ശരത്ത് തന്റെ അച്ഛൻ ബിസിനസ് ചെയ്യുന്ന ആളാണെന്ന് കള്ളം പറഞ്ഞു. നവീൻ തന്റെ പേര് പറഞ്ഞെങ്കിലും അച്ഛന്റെ ജോലിയെക്കുറിച്ച് പൂർണ്ണമായി മറച്ചുവെച്ചു. സന്ദീപ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെയായിരുന്നു സംസാരിച്ചത്. എനിക്ക് വീട്ടില് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, അവൻ ശാന്തമായി പറഞ്ഞു. അവന്റെ ഓരോ വാക്കുകളും ആദർശ് രാഘവ് വർമ്മയും അഖിൽ രാഘവ് വർമ്മയും വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നതായി മാധവ് ശ്രദ്ധിച്ചു. അവരുടെ കണ്ണുകളിൽ എന്തോ സംശയത്തിന്റെ നിഴൽ ഉണ്ടായിരുന്നു. ഭക്ഷണം അവസാനിക്കാറായപ്പോൾ പെട്ടെന്ന് ശിവഗംഗ മാധവിനെ നോക്കി ചോദിച്ചു, വൈഫ് എന്ത് ചെയ്യുന്നു? ആ ചോദ്യം കേട്ടതും എല്ലാവരും മാധവിനെ നോക്കി. മാധവ് ഒരു നിമിഷം ശിവഗംഗയുടെ കണ്ണുകളിലേക്ക് നോക്കി, പിന്നെ ശിവകാർത്തികേയനിലേക്കും. ശിവകാർത്തികേയൻ മീശ പിരിച്ച് ചെറുതായി ഒന്ന് ചിരിച്ചു. പഠിക്കുകയാണ്, മാധവ് ശാന്തമായി പറഞ്ഞു. അതെയോ? ശിവഗംഗയുടെ ശബ്ദത്തില് നിരാശ ഒളിഞ്ഞിരുന്നു. പേരെന്താ? ആ ചോദ്യം കേട്ടതും മാധവിന്റെ മനസ്സിൽ ഒരു നിമിഷം ലക്ഷ്മിയുടെ മുഖം തെളിഞ്ഞു. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൻ ശാന്തമായി മറുപടി പറഞ്ഞു, മാളവിക. ആ പേര് കേട്ടതും നവീൻ തലകുനിച്ച് ചിരി മറച്ചു. ഉദയൻ മേശയുടെ അടിയിൽ നിന്ന് നവീന്റെ കാലിൽ പതിയെ ഒന്ന് ചവിട്ടി. എന്നാൽ മാധവ് പൂർണ്ണ ഗൗരവത്തോടെയായിരുന്നു. കാരണം ഈ കോവിലകത്തിലെ ഓരോ കണ്ണും എന്തോ തിരയുന്നുണ്ടെന്ന് അവന് ഇപ്പോൾ വ്യക്തമായിരുന്നു. ഡൈനിങ് ഹാളിലാകെ ഒരു വിചിത്രമായ നിശബ്ദത പടർന്നിരുന്നു. വെള്ളിപ്പാത്രങ്ങളിൽ വിളമ്പിയ ഭക്ഷണത്തിന്റെ മണവും രുചിയും മാധവിനും കൂട്ടർക്കും അതൊരു സാധാരണ ഉച്ചഭക്ഷണം പോലെ തോന്നിയില്ല. ശിവഗംഗ വീണ്ടും മാധവിനെ നോക്കി. എന്താ പഠിക്കുന്നത്? അവളുടെ ശബ്ദത്തില് കൗതുകം നിറഞ്ഞിരുന്നു. മാധവ് ഒരു നിമിഷം ചിരിച്ചു. ആള് നൃത്തം പഠിക്കുകയാണ്, BA ഭരതനാട്യം. അതെയോ? ശിവഗംഗയുടെ കണ്ണുകൾ വീണ്ടും തിളങ്ങി. അപ്പോൾ കലാകാരിയാണല്ലേ? ശാരദാദേവി തമ്പുരാട്ടി സന്തോഷത്തോടെ പറഞ്ഞു. മാധവ് ചെറുതായി തല കുലുക്കി. അതേസമയം വിഷയം മാറ്റാനെന്ന പോലെ സച്ചി പെട്ടെന്ന് ചോദിച്ചു, അല്ല, റാം വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ? ആ ചോദ്യം കേട്ടതും സാവിത്രി ദേവി തമ്പുരാട്ടി ഒരു ചെറിയ നെടുവീർപ്പോടെ പറഞ്ഞു, ഞാൻ വിളിച്ചിരുന്നു, എത്തുന്ന കാര്യം പറഞ്ഞിരുന്നു, ഉച്ചയാകുമ്പോഴേക്കും എത്താമെന്ന പറഞ്ഞത്. ശിവകാർത്തികേയൻ ചിരിച്ചു. ആഹാ, റാമിന് ഉച്ചയെന്ന് പറഞ്ഞ രാത്രിയായിരിക്കും മോനെ. അവനെ കാത്തിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച ഇവിടെ ആരും കഴിക്കാതിരിക്കേണ്ടി വരും. അത് കേട്ട് ടേബിളിലാകെ ചെറിയൊരു ചിരി പടർന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ മാലിനി ദേവി തമ്പുരാട്ടി മാധവിനെയും കൂട്ടരെയും നോക്കി ചോദിച്ചു, എന്തായാലും മക്കള് ഹോട്ടലിൽ തന്നെ താമസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കോവിലകത്ത് അതിഥികൾക്കായി പ്രത്യേകം മുറികളുണ്ട്.
മാധവും കൂട്ടരും പരസ്പരം നോക്കി. അപ്പോഴായിരുന്നു ശിവകാർത്തികേയൻ വളരെ സ്വാഭാവികമായി പറഞ്ഞത്, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളൂ. അവന്റെ വാക്കുകൾ കേട്ടതും നവീൻ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത് പോലും നിർത്തി. ഉദയൻ കണ്ണു വലുതാക്കി ശിവകാർത്തികേയനെ നോക്കി. ശരത്ത് മേശയുടെ അടിയിൽ നിന്ന് ഉദയന്റെ കാലിൽ ചവിട്ടി. ഇവൻ ഇത് എന്തൊക്കെയാ പറയുന്നത്? അവൻ പല്ല് കടിച്ച് പതിയെ പറഞ്ഞു. പക്ഷെ മാധവ് മാത്രം ശാന്തനായിരുന്നു. അവൻ തല ഉയർത്തി ശിവകാർത്തികേയനെ ഒന്ന് നോക്കി. ആ, എന്നാ അങ്ങനെയാകാം അല്ലേ? മാധവ് പറഞ്ഞതും എല്ലാവരുടെയും ഞെട്ടൽ ഇരട്ടിയായി. മാധവേ? നവീൻ അവനെ നോക്കി. അതിനെന്താ? മാധവ് ശാന്തമായി പറഞ്ഞു. ഇവിടെയാകുമ്പോ ശിവയുണ്ടല്ലോ, പിന്നെ റാമും വരും. ഇവിടെ നിന്നാൽ സ്ഥലങ്ങൾ കാണാനും എളുപ്പമായിരിക്കും. ശിവകാർത്തികേയന്റെ ചുണ്ടില് ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. അതെ, ഉദയപുരം കോവിലകത്തിന്റെ ഭാഗമായിട്ട് കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മുടെ എസ്റ്റേറ്റുകൾ, പഴയ ബംഗ്ലാവുകൾ, ക്ഷേത്രം, കലാരംഗം, പിന്നെ നിലമ്പൂരിന്റെ യഥാർത്ഥ ഭംഗി കാണണമെങ്കിൽ കോവിലകത്തിനുള്ളിൽ നിന്ന് തന്നെ കാണണം. അവൻ ഓരോ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോഴും മാധവ് മാത്രം അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇവൻ നമ്മളെ ഇവിടെ തന്നെ നിർത്താൻ ശ്രമിക്കുകയാണ്. ആ ചിന്ത മാധവിന്റെ മനസ്സിലൂടെ കടന്നുപോയി. ഇത് നമ്മളെ ഇവിടെ പെടുത്താനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഉദയൻ അടുത്തിരുന്ന നവീനോട് പറഞ്ഞു. അപ്പോൾ ആ പെണ്ണിന്റെ മുഖം നോക്കിക്കേ, സൂര്യൻ ഉദിച്ചതുപോലെയല്ലേ? നവീൻ ഉദയന്റെ ചെവിയിൽ പതിയെ പറഞ്ഞു. ഉദയൻ ചിരി അടക്കി. അപ്പോഴേക്കും രാഘവ് വർമ്മയും ആദർശ് വർമ്മയും തമ്മിൽ എന്തോ സംസാരിക്കുകയായിരുന്നു. മറ്റേ വശത്ത് പ്രിയങ്കയുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും സച്ചിയിലേക്ക് നീങ്ങുന്നത് സന്ദീപ് ശ്രദ്ധിച്ചിരുന്നു. അവൻ പതിയെ സച്ചിയുടെ അടുത്തേക്ക് ചാഞ്ഞു. എടാ, ഞാൻ കല്യാണം കഴിച്ചു എന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞപ്പോ ആ പെണ്ണിന്റെ നോട്ടം നിന്നിലേക്കായെന്ന് തോന്നുന്നു. കൊല്ലും ഞാൻ, സച്ചി പല്ല് കടിച്ചു പറഞ്ഞു. നിങ്ങൾ കാരണം ആ നാർക്കെങ്ങാൻ എനിക്ക് വീണ ഞാനെല്ലാം പറഞ്ഞു കൊടുക്കും എൻ്റെ ഗംഗ ചേച്ചിയോട്. ഓ, പേടിപ്പിക്കല്ലേ, സന്ദീപ് ചിരി അടക്കിക്കൊണ്ട് പറഞ്ഞു. അവരുടെ സംസാരം കേട്ടതുപോലെ സാവിത്രി ദേവി തമ്പുരാട്ടി ചോദിച്ചു. എന്താ അവിടെ ഒരു രഹസ്യയോഗം? ഏയ്, ഒന്നുമില്ല, സച്ചി പെട്ടെന്ന് പറഞ്ഞു. ഇവിടെ താമസിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചതാ. അങ്ങനെയൊന്നുമില്ല, സന്ദീപ് ചേർത്ത് പറഞ്ഞു. അപ്പോഴായിരുന്നു ശരത്ത് ചോദിച്ചത്. തമ്പുരാക്കന്മാർ എപ്പോഴാ വരുന്നത്? സാവിത്രി ദേവി തമ്പുരാട്ടി മറുപടി പറഞ്ഞു. വിക്രമേട്ടൻ എന്തായാലും ഒരാഴ്ചയെങ്കിലും കഴിയും. ഒരു കേസിന്റെ കാര്യത്തിന് ഡൽഹിയിലേക്ക് പോയിരിക്കാണ്. മാലിനി ദേവി തമ്പുരാട്ടി പറഞ്ഞു. രാഘവേട്ടനും ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്താണ്. മാധവ് ശ്രദ്ധയോടെ കേട്ടിരുന്നു. ശിവയുടെ അച്ഛൻ യൂണിവേഴ്സിറ്റിയുടെ മേധാവിയാണ്, ചരിത്ര വിഭാഗം. പറഞ്ഞല്ലോ, അവിടെ ഒരു പരിപാടിയുണ്ട്, അതിനാണ് പോയിരിക്കുന്നത്. ശിവകാർത്തികേയന്റെ അമ്മ പിന്നെ പറഞ്ഞു. അപ്പോൾ എല്ലാവരെയും കാണാൻ കുറച്ച് സമയം എടുക്കുമല്ലേ? ഉദയൻ പറഞ്ഞു. അതെ, പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. ശാരദാദേവി തമ്പുരാട്ടിയുടെ ശബ്ദം വീണ്ടും ആവേശത്തോടെ ഉയർന്നു. ഇപ്പോൾ ഉദയപുരം ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ സമയമാണ്. അത് കേട്ടതും ശിവകാർത്തികേയൻ മാധവിനെ നോക്കി. ഒരാഴ്ച മുഴുവൻ ആഘോഷമാണ്. ആ ദിവസങ്ങളിൽ കോവിലകത്ത് നിന്ന് ആരും പുറത്തേക്ക് പോകാറില്ല. വലിയ ആഘോഷമാണ്, മാലിനി ദേവി അഭിമാനത്തോടെ പറഞ്ഞു. നാടിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വരും. മാധവ് പതിയെ ഉദയന്റെ ഭാഗത്തേക്ക് ചാഞ്ഞു. അതുകൊണ്ട് തന്നെയാ ഈ സമയത്ത് നമ്മളെ ഇവൻ ഇവിടെ എത്തിച്ചത്. ഉദയൻ ശാന്തമായി തലകുലുക്കി. ഭക്ഷണം കഴിച്ച് എല്ലാവരും എഴുന്നേറ്റു. പക്ഷേ എഴുന്നേറ്റു പോകുമ്പോഴും ശിവഗംഗയുടെ കണ്ണുകൾ മാധവനിൽ നിന്ന് മാറിയില്ല. അതുപോലെ പ്രിയങ്കയുടെ നോട്ടം സച്ചിയിലായിരുന്നു. ആ നോട്ടങ്ങൾ സാധാരണമായിരുന്നില്ല. ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകാനായി അവർ പോയ വഴി പോലും ആ കോവിലകത്തിന്റെ പഴമ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. വിശാലമായ നടപ്പാതയുടെ ഇരുവശവും പഴയ പിത്തള വിളക്കുകൾ തൂങ്ങിക്കിടന്നിരുന്നു. ചുമരുകളിൽ പഴയ രാജാക്കന്മാരുടെ ചിത്രങ്ങൾ, മുകളിൽ മരത്തിൽ തീർത്ത അലങ്കാര കൊത്തുപണികൾ. ഇവിടെ കൈ കഴുകാൻ വരുന്ന ഇടം പോലും എന്തു ഭംഗിയാണല്ലേ? നവീൻ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. ഉദയൻ ചിരിച്ചു. ഇവിടത്തെ ബാത്റൂം പോലും നമ്മുടെ വീടിനേക്കാളും വിലയുള്ളതായിരിക്കും. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. മാധവ് മാത്രം ചുറ്റുമുള്ള ഓരോ കാര്യവും ശ്രദ്ധിക്കുകയായിരുന്നു. കൈ കഴുകി പുറത്തേക്കിറങ്ങിയതും കോവിലകത്തിന്റെ വിശാലമായ നടുമുറ്റത്ത് ശിവകാർത്തികേയൻ അവരെ കാത്തുനിന്നു. കൈകൾ നെഞ്ചിൽ കെട്ടി നിൽക്കുന്ന അവന്റെ മുഖത്ത് പതിവ് പുഞ്ചിരിയായിരുന്നെങ്കിലും കണ്ണുകളിൽ എന്തോ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവൻ അടുത്തേക്ക് വന്നതും ഉദയന്റെ ക്ഷമ പോയി. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഉദയന്റെ ശബ്ദം അല്പം ഉയർന്നു. ശിവകാർത്തികേയൻ കുനിഞ്ഞൊരു ചിരിയോടെ അവനെ നോക്കി. എന്താ ഉദയ്? ഞങ്ങളുടെ ഭാര്യമാർ റിസോർട്ടിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ ഇവിടെ നിർത്തുന്നത് എന്തിനാ? എന്താ നിങ്ങളുടെ പ്ലാൻ? ശരത്ത് ഉടനെ കൂട്ടിച്ചേർത്തു. അതെ, രാവിലെ മുതൽ എന്തൊക്കെയോ മറച്ചു വെക്കുന്നത് പോലെയാണ്. ശിവകാർത്തികേയൻ ഒന്നും പറയാതെ അവരെ നോക്കി നിന്നു. പക്ഷേ മാധവ് മാത്രം ശാന്തനായിരുന്നു. അത് ശ്രദ്ധിച്ച ഉദയൻ പെട്ടെന്ന് ചോദിച്ചു.
നീ എന്താ മാധവേ ഒന്നും പറയാത്തത്? മാധവ് പതിയെ ശിവകാർത്തികേയനെ നോക്കി. നമ്മൾ ഇവിടെ നിൽക്കുന്നതാണ് നല്ലത്. ആ വാക്കുകൾ കേട്ട് എല്ലാവരും മാധവിനെ നോക്കി. നമ്മുടെ ഭാര്യമാർക്കും അത് തന്നെയാണ് സേഫ്. മാധവിന്റെ ശബ്ദത്തിൽ ഉറപ്പുണ്ടായിരുന്നു. ശിവകാർത്തികന്റെ ചുണ്ടിൽ പതിയെ പുഞ്ചിരി വിരിഞ്ഞു. കറക്റ്റ്, അവൻ കൈയടിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് നല്ല ബുദ്ധിയുണ്ട് മാധവ്. നീ ഞാൻ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ആളല്ല. മാധവ് ചിരിച്ചു. നീ വിചാരിക്കുന്നത് പോലെയൊരു ആളല്ലെങ്കിൽ ഞാൻ എങ്ങനെയുള്ള ആളാണ്? ശിവകാർത്തികേയൻ അവന്റെ അടുത്തേക്ക് അല്പം ചാഞ്ഞു. ഒരു ബസ് ഉടമയോ തൊഴിലാളിയോ മാത്രമല്ല നീ. അതിനപ്പുറം ചിന്തിക്കുന്ന തല നിനക്കുണ്ട്. അവൻ മാധവിന്റെ കണ്ണുകളിലേക്ക് നോക്കി തുടർന്നു. നീ ഒരു LLB എടുത്തിരുന്നെങ്കിൽ വലിയൊരു ക്രിമിനൽ ലോയർ ആയേനെ. അല്ലെങ്കിൽ IPS എടുത്തിരുന്നെങ്കിൽ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഓഫീസർ. ഉദയനും നവീനും പരസ്പരം നോക്കി. മാധവ് ചെറിയൊരു ചിരിയോടെ നിന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവന്റെ ശബ്ദം ഗൗരവപ്പെടുത്തി. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഞങ്ങളുടെ ഭാര്യമാരെ എവിടേക്കാ മാറ്റാൻ പോകുന്നത്? ആ ചോദ്യം കേട്ടതും എല്ലാവരും ശിവകാർത്തികേയനെ നോക്കി. ഒരു നിമിഷം അവൻ മിണ്ടാതെ നിന്നു. പിന്നെ പതിയെ ചിരിച്ചു. ബ്രില്യന്റ്. അവൻ കൈകൾ പോക്കറ്റിലിട്ടുകൊണ്ട് നടന്നു. റിസോർട്ടില് അവരെ നിർത്തില്ല. അത് കറക്റ്റ്. ശരത്തിന്റെ മുഖം മുറുകി. അപ്പോൾ ശിവകാർത്തികേയൻ തിരിഞ്ഞ് മാധവനെ നോക്കി. ഏറ്റവും സേഫായ 2 കരങ്ങളിലേക്കാണ് ഞാൻ നിന്റെ ലക്ഷ്മിയെ അടക്കം എല്ലാവരെയും മാറ്റാൻ പോകുന്നത്. ആ വാക്ക് കേട്ടതും ഉദയനും ശരത്തും നവീനും ഒരുപോലെ ഞെട്ടി. എന്ത്? നവീൻ ചോദിച്ചു. പക്ഷെ അതേസമയം കോവിലകത്തിന്റെ വലിയ ഗേറ്റിന് പുറത്ത് ഒരു കറുത്ത കാറ് അകത്തേക്ക് കയറി വന്നു. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. കാറ് പതിയെ മുന്നിലേക്ക് വന്ന് നിർത്തി. എൻജിൻ ഓഫായതും ഡോറ് തുറന്ന് ഒരാൾ പുറത്തേക്കിറങ്ങി. ബ്ലാക്ക് ഷർട്ടും വൈറ്റ് മുണ്ടും ധരിച്ച ഉയരം കൂടിയ ഒരു യുവാവ്. മുഖത്ത് ചെറിയ താടി, കണ്ണുകളിൽ ആത്മവിശ്വാസം, നടപ്പിൽ രാജകീയമായൊരു ഭംഗി. അവനെ കണ്ടതും സച്ചി പെട്ടെന്ന് നേരെ നിന്നു. റാം. ആ പേര് കേട്ടതും സന്ദീപിന്റെ മുഖം വല്ലാതെ മാറി. നവീൻ പതിയെ ചോദിച്ചു. ഇനി ഇവൻ നമ്മളെ കണ്ടിട്ട് തിരിച്ചറിയോ? ഉദയൻ സന്ദീപിനെ നോക്കി. സന്ദീപിന്റെ മുഖത്ത് ചെറിയൊരു ടെൻഷൻ വ്യക്തമായിരുന്നു. കൂളിംഗ് ഗ്ലാസും പുതിയ ലുക്കും ഉണ്ടായിരുന്നെങ്കിലും അവന്റെ കണ്ണുകൾ അസ്വസ്ഥത മറയ്ക്കാൻ വേണ്ടി കഴിയുന്നില്ലായിരുന്നു. റാം കാറിന്റെ ഡോർ അടച്ച് തല ഉയർത്തി അവരെ നോക്കി. അവന്റെ നോട്ടം ഓരോരുത്തരിലൂടെയും കടന്നുപോയി. ഒടുവിൽ വന്നു നിന്നത് സന്ദീപിന്റെ മുഖത്തായിരുന്നു. ഒരു നിമിഷം സന്ദീപിന്റെ നെഞ്ചിടിപ്പ് കൂടിപ്പോയി. ഇവൻ തിരിച്ചറിഞ്ഞു? ആ ചോദ്യമെന്നായിരുന്നു ആ നിമിഷം എല്ലാവരുടെയും മനസ്സിൽ മുഴങ്ങിയത്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റോറിയുമായിട്ട് വേഗം വരാവേ. ലവ് യു ഓൾ. ബൈ.